ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ ആൻഡ് ലാഡർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുട്ടികളുടെ കസ്റ്റഡിയെക്കുറിച്ചാണ്. ഒരു വിവാഹബന്ധം, ഒരു ദാമ്പത്യ ജീവിതം അവസാനിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, ദുരിതം അനുഭവിക്കുന്നത് ആരാണെന്നറിയൂ? ഭാര്യയോ ഭർത്താവോ അല്ല, മക്കളാണ്. ആ മക്കളുടെ സുരക്ഷിതത്വമാണ് അവിടെ ഇല്ലാതാവുന്നത്. വിവാഹമോചനത്തിന് ശേഷം കുട്ടികളെ ആര് വളർത്തണമെന്ന തർക്കമായിരിക്കാം പിന്നീട് നിലനിൽക്കുക. കുട്ടിയെ കൈവശം വെക്കാനുള്ള അവകാശം അമ്മയ്ക്കാണോ അച്ഛനാണോ എന്നതാണ് പിന്നീടുള്ള തർക്കം. കസ്റ്റഡി എന്നത് ഒരു നിയമപരമായ അവകാശമാണ്. അതിലൂടെ കുട്ടികളെ ആരാണ് സംരക്ഷിക്കേണ്ടത്, ആരാണ് നോക്കേണ്ടത് എന്ന് കോടതി തീരുമാനിക്കുന്നു. പ്രധാനമായും 3 കസ്റ്റഡിയാണ് നിലവിലുള്ളത്: ലീഗൽ കസ്റ്റഡി, ഫിസിക്കൽ കസ്റ്റഡി, ജോയിന്റ് കസ്റ്റഡി. ലീഗൽ കസ്റ്റഡി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ചികിത്സ, ഭാവി തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരമാണ് ലീഗൽ കസ്റ്റഡി. ഫിസിക്കൽ കസ്റ്റഡി എന്ന് പറയുമ്പോൾ കുട്ടി ആരുടെ കൂടെയാണ് പിന്നീട് താമസിക്കേണ്ടത് എന്നതാണ് ഫിസിക്കൽ കസ്റ്റഡി. പിന്നെയുള്ളത് ജോയിന്റ് കസ്റ്റഡിയാണ്. ജോയിന്റ് കസ്റ്റഡിയിലൂടെ അമ്മയും അച്ഛനും മാറി മാറി കുട്ടിയെ സംരക്ഷിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അമ്മയോടൊപ്പം കഴിയുന്നതാണ് സുരക്ഷിതത്വം എന്നാണ് കോടതി കണക്കാക്കുന്നത്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ ആവണമെന്നില്ല. കുട്ടിയുടെ ഭാവിയും വിദ്യാഭ്യാസവും ചികിത്സയും ആരോഗ്യവും സുരക്ഷിതത്വവും എല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു വ്യക്തിയെയാണ് കോടതി കസ്റ്റഡിക്ക് വേണ്ടി കണ്ടെത്തുക. എന്നാൽ പെൺകുട്ടിയാണെങ്കിൽ കോടതി ഒരു പ്രത്യേക ശ്രദ്ധ നൽകും. എന്നിട്ട് ചില സന്ദർഭങ്ങളിൽ അമ്മയുടെ കൈവശം കുഞ്ഞ് നിൽക്കുന്നതാണ് സുരക്ഷിതത്വം എന്ന് കോടതി കണക്കാക്കപ്പെടുകയും ചെയ്യും. കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കോടതി എന്തെല്ലാമാണ് ശ്രദ്ധിക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമായും കുട്ടിയുടെ ഭാവി സുരക്ഷയെക്കുറിച്ചാണ്. പിന്നീട് മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി, അതേപോലെ മാതാപിതാക്കളുടെ പെരുമാറ്റ ശൈലിയും അവരുടെ ജീവിത ശൈലിയും അവരുടെ രീതികളും അത് നിർബന്ധമായിട്ടും കോടതി കണക്കാക്കും. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ അഭിപ്രായത്തിനാണ് കോടതി തീരുമാനമെടുക്കാൻ സമ്മതിക്കുക. ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ലോ ആൻഡ് ലാഡറിലൂടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.